നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ ചൂട് ഉയർന്ന മണ്ഡലത്തിലൊന്നാണ് അഴീക്കോട്. ഇടതുമുന്നണിയും UDF-ഉം തമ്മിലുള്ള ശക്തമായ മത്സരം പതിവായി ഈ മണ്ഡലം ഇത്തവണയും കടുത്ത പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. ചരിത്രപരമായ ഇടതുപക്ഷത്തിന് ശക്തമായ സ്വാധീനമുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകളിലായി മുന്നണികൾക്ക് ഇടയിൽ ബലാബലം നിൽക്കുന്നതാണ് അഴീക്കോടിന്റെ രാഷ്ട്രീയ പ്രത്യേകത. 1977 രൂപീകൃതമായ അഴീക്കോട് സംസ്ഥാന നിയമസഭാ ഭൂപടത്തിലെ 10ാം നമ്പർ മണ്ഡലമാണ്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ ഈ ജനറൽ സീറ്റ് തീരദേശ നഗരങ്ങളും അർദ്ധനഗരങ്ങളും സ്വഭാവമുള്ള ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടെ വൈവിധ്യമാർന്ന മേഖലയാണ്. കണ്ണൂർ താലൂക്കിലെ അഴീക്കോട്, ചിറക്കൽ, വളപട്ടണം, നാറത്ത്, പാപ്പനശ്ശേരി പഞ്ചായത്തുകളും പഴയ പള്ളിക്കുന്ന്, പുഴാത്തി പഞ്ചായത്തുകളും ചേർന്നാണ് ഈ മണ്ഡലമുള്ളത്. മണ്ഡലത്തിന്റെ ആദ്യ MLA ആയിരുന്ന CPM-ലെ ചടയൻ ഗോവിന്ദൻ, തുടർന്ന് P ദേവിക്കുട്ടി, EP ജയരാജൻ, TK ബാലൻ എന്നിവർ വിജയിച്ചതോടെ അഴീക്കോട് ദീർഘകാലം ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായി വിലയിരുത്തപ്പെട്ടു. എന്നാൽ 1987 CPM-ൽ നിന്ന് പുറത്തായ MV രാഘവൻ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചതോടെ മണ്ഡലത്തിലെ രാഷ്ട്രീയ സ്വഭാവം മാറി തുടങ്ങി. അതിനുശേഷം ഈ മണ്ഡലം ശക്തമായ രാഷ്ട്രീയ മത്സരത്തിന്റെ കേന്ദ്രമായി മാറുകയായിരുന്നു. 2005 ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് 2011 വരെ CPM-ലെ M പ്രകാശൻ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. 2011 മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി M പ്രകാശിനെ പരാജയപ്പെടുത്തി മണ്ഡലം പിടിച്ചെടുത്തു. 2016 മാധ്യമപ്രവർത്തകനായ MV നികേഷിനെ മത്സരിപ്പിച്ച് മണ്ഡലം തിരിച്ചുപിടിക്കാൻ CPM ശ്രമിച്ചെങ്കിലും KM ഷാജി വീണ്ടും വിജയിച്ചു. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF മണ്ഡലം തിരിച്ചുപിടിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന KV സുമേഷ് 6141 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അന്ന് LDF-ന് 65,794 വോട്ടും UDF-ന് 59,658 വോട്ടും NDA-ക്ക് 15,741 വോട്ടുമായിരുന്നു ലഭിച്ചത്. ഇക്കുറിയും KV സുമേഷ് തന്നെയാണ് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുന്നത്. UDF സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ലീഗ് ജില്ലാ പ്രസിഡന്റ് UDF കണ്ണൂർ ജില്ലാ കൺവീനറുമായ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി മത്സരരംഗത്തിറക്കാനാണ് സാധ്യതയെന്നാണ് സൂചന. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടുമാറ്റങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങളും മണ്ഡലത്തിലെ രാഷ്ട്രീയ കണക്കുകൾ മാറ്റാമെന്നാണ് വിലയിരുത്തൽ. 2023 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF മണ്ഡലത്തിൽ 21,857 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയിരുന്നു. കൂടാതെ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ കൈവശമുണ്ടായിരുന്ന നാറാത്ത് പഞ്ചായത്ത് UDF പിടിച്ചെടുത്തതും അഴീക്കോട്, ചിറക്കൽ പഞ്ചായത്തുകളിൽ UDF-ന്റെ അംഗസംഖ്യ വർദ്ധിച്ചതും UDF-ന് ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങളാണ്. മണ്ഡലത്തിന്റെ പുനർനിർമ്മാണത്തിന് ശേഷം കോർപ്പറേഷന്റെ ചില സോണുകളിൽ കൂടി ഉൾപ്പെടാത്ത LDF-ഉം UDF-ഉം തമ്മിലുള്ള ശക്തി ഏകദേശം തുല്യമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ആയതിനാൽ തന്നെ ഇത്തവണ അഴീക്കോടിൽ മത്സരം കൂടുതൽ കടുപ്പമെന്നാണ് സൂചന. ഇടതുമുന്നണി മണ്ഡലം നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ UDF തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിലാണ്. ശക്തമായ ഈ പോരാട്ടം തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂട് പിടിപ്പിക്കുന്നതോടെ കൂടുതൽ കടുപ്പിക്കുമെന്നത് തീർച്ചയാണ്. അതേസമയം സ്ത്രീ വോട്ടർമാരുടെ ഉയർന്ന നിരക്കും ശക്തമായ പൗരത്വബോധവും അഴീക്കോട് മണ്ഡലത്തിന്റെ പ്രത്യേകത കൂടിയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 79.55% വോട്ടർമാർ സമ്മതിദാന അവകാശം വിനിയോഗിച്ചു. വടക്കൻ കേരളത്തിന്റെ പൊതുവായ ജനാധിപത്യ താൽപര്യം അഴീക്കോടും ദൃശ്യമാണ്. തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ, വ്യാപാരികൾ, പ്രൊഫഷണലുകൾ, കാർഷിക തൊഴിലാളികൾ എന്നിവർ ഉൾപ്പെട്ടതാണ് ഇവിടുത്തെ സാമൂഹിക ഘടന. മലബാർ ആചാരങ്ങളും സമുദ്രബന്ധിതമായ ജീവിത രീതികളും ഇവിടുത്തെ സംസ്കാരത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.